സൈഡ് വരെ എത്തി. ആദ്യമൊന്നും ഇവിടെ വരെ ഇല്ല, അതാ അവിടെ വരെ ഉള്ളൂ. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കോഴിക്കോട് ബീച്ചിലാണ് വന്നത്. നമ്മളെ കടലിങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുകയാണ്. വിഷയം കടലാണ്. നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ കാണിച്ചു തരാം. എൻ്റെ മോനെ, ഈ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടേക്കൊക്കെ ആദ്യം ഇറങ്ങാൻ പറ്റീനി, പക്ഷേ ഇവിടെ വരെ കടൽ വന്നിട്ട് നമുക്കൊന്നും ഇപ്പോൾ കടലിലേക്ക് ഇറങ്ങാൻ പറ്റൂല. അത്രക്കും ഡേഞ്ചർ സിറ്റുവേഷനാണ് കടൽ അവിടുന്ന് ഇങ്ങനെ അടിച്ചിങ്ങനെ കയറിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് കടലിനെ കുറിച്ചും പിന്നെ ചെറിയൊരു കടലിൽ മുങ്ങിപ്പോയ ഒരു കപ്പലുണ്ട്, ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് എന്താണെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. പിന്നെ നമ്മൾ ആ കടലിൽ മുങ്ങിപ്പോയ കപ്പലിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ മഴനെ കുറിച്ചും ചോദിക്കും. ഒരു ചെറിയൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് മാതിരി ഇന്നത്തെ വീഡിയോ കളറാക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഡെയിലി വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് നമുക്ക് ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ വ്ളോഗ് എടുക്കാൻ കഴിയില്ല. അപ്പോൾ അന്ന് ചിലപ്പം വ്ളോഗ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുക, ബെൽ ബട്ടൺ നെക്കിയിടുക, എന്നാൽ നമുക്ക് ഇടുന്ന അപ്പോഴുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നേരെ വീഡിയോയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പോൾ ഈ സൈഡിലൊന്നും മഴ ഇല്ല. അപ്പോൾ നമ്മൾ മഴ പെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് പെട്ടെന്നൊരു വീഡിയോ എടുത്തിട്ട് വേഗം അവസാനിപ്പിക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഗൈസ്, കടലിങ്ങനെ കൂടി വരുന്ന കണ്ടങ്ങൾ. ഈ സൈഡിലൊക്കെ ആദ്യം ഇറങ്ങാൻ പറ്റേനി. എൻ്റെ മോനെ, അമ്മാര് വലിയ തിരയാണ് അടിക്കുന്നത്. ഈ സൈഡ് വരെ എത്തി. ആദ്യമൊന്നും ഇവിടെ വരെ ഇല്ല, അതാ അവിടെ വരെ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഇവിടെ വരെ എത്തി. ഇത് കണ്ടോ, ഇവിടെ വരെ തിര ഇങ്ങനെ വന്നിങ്ങനെ വീശിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ആരും കടലിലേക്ക് ഇറങ്ങാൻ നിൽക്കണ്ട. മൊത്തത്തിൽ ഈ കടലെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ കടൽ അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ആൾക്കാരാണ് കടൽ. ഓക്കെ, അപ്പോൾ കടലിങ്ങനെ കൂടിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ നമ്മളെ വ്ളോഗിലേക്ക് കയറാൻ വേണ്ടി പോവാണ് ഗൈസ്. പിന്നെ അവിടെ ഒരു ചെറിയൊരു കോടമഞ്ഞൊക്കെ മാറിയുണ്ട്. ഞാൻ ചെരുപ്പൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ടാണ് ഗൈസ് വന്നത്, പക്ഷെ കുട എടുത്തില്ല, മറന്നുപോയി ഗൈസ്. ആ സൈഡിലൊക്കെ നല്ല മഴക്കാറുണ്ട്. അതെന്തായാലും ഈ സൈഡിലേക്കും കൂടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ മൊത്തത്തിൽ മഴയാവും. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് അടിക്കുക. ഈ സൈഡിലൊക്കെ കണ്ടില്ലേ, ഇവിടെ മൊത്തം ഞാനൊന്നും ഫുള്ളായിട്ട് ഇവിടെ കാണിച്ചു തരാം ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഗൈസ്. അപ്പോൾ ഞാനിങ്ങനെ നടന്നിങ്ങനെ പോവാം. ആ തല വരെ എത്താനുണ്ട്. ഫുൾ അടിപൊളിയാണ്. ഹായ് ബ്രോ, എങ്ങനെയുണ്ട് കടൽ കണ്ടിട്ട്? എന്താ നിങ്ങൾ പറയാനുള്ളത്? അടിപൊളിയാണല്ലോ. കൂടുമ്പോൾ രസം വരത്താനല്ലേ. ഓക്കെ, ഈ കടലാക്രമണത്തിനെ കുറിച്ച് 2 വാക്ക് പറയോ? കടലാക്രമണത്തെ കുറിച്ചിട്ട്. കടലാക്രമണമല്ല, ഞങ്ങൾ സത്യം പറഞ്ഞ ബിരിയാണി കഴിക്കാൻ വന്ന ബിരിയാണി ആക്രമിച്ചിട്ട് വരാണ്. കടലാക്രമിക്കാൻ നമുക്കറിയില്ല. ഏത് ബിരിയാണി കഴിച്ച്? കുറ്റിച്ചിറ. എങ്ങനെയുണ്ട്? സൂപ്പർ ബിരിയാണി. നമുക്ക് ഇവിടെ കുറച്ച് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, ഹായ് ഗൈസ്. ഹായ് 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 ഹായ്. ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി വന്നാ. ഈ കടലിലില്ലേ മുങ്ങിപ്പോയ ഒരു കപ്പലുണ്ട്, ആ കപ്പലിന്റെ പേരെന്താ അറിയോ? അറിയില്ല. ടൈറ്റാനിക്. ഓക്കെ, കുസൃതി അല്ല. ഈ ഒരു 4 ദിവസം മുന്നേ മുങ്ങിപ്പോയ ഒരു കപ്പലുണ്ട്. അറിയില്ല. അതിന് ആൻസർ ഞാൻ പറയാൻ പോവാണ്. എൽസ 3. ഓക്കെ, ഒരായി പറഞ്ഞു. ഗൈസ്, നിങ്ങൾക്ക് എന്നെ ഇപ്പം നോക്കിയാൽ കാണാം. ഈ ഒരു സൈഡ് ഫുള്ള് കോടമഞ്ഞ് നിറഞ്ഞിട്ട്. ഗൈസ്, നല്ല കോടമഞ്ഞ് ഇവിടെ കോഴിക്കോട് ബീച്ചിൽ. ഓക്കെ, ഹലോ ഹലോ ഹലോ. എങ്ങനെയുണ്ട് ഈ കോഴിക്കോട് ബീച്ച്? കൊള്ളാം, കാണാൻ വേണ്ടി സൂപ്പർ. ഞങ്ങളിവിടെ തിരുവനന്തപുരത്ത് നിന്ന് കാണാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത്. ഓക്കെ, അടിപൊളിയല്ലേ? അടിപൊളിയാണ്, സൂപ്പർ. ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കട്ടെ? ഇവിടെ ഈ അടുത്തായിട്ട് കടലിൽ മുങ്ങിപ്പോയ ഒരു കപ്പലുണ്ട്, അതിന്റെ പേരെന്താ അറിയോ? പേര് അറിയില്ല. മൊബൈലിൽ നോക്കി പറഞ്ഞാൽ മതിയോ? അങ്ങനെ പറ്റൂല. ഓക്കെ, അതിന്റെ പേര് നിങ്ങൾക്ക് അറിയില്ല? ഇല്ല. അത് മുങ്ങിപ്പോയ ദിവസം എന്താണെന്നറിയോ? അറിയില്ല. അതും അറിയില്ല. ദിവസം തീയതി എത്ര? 24 25. കുഴപ്പമില്ല. അപ്പോ ആ ഷിപ്പിന്റെ പേരെന്താന്ന് വെച്ചാല് എൽസ 3 എന്ന് അടിച്ചാൽ നമുക്ക് കാണാം. MSC എൽസ 3. നിങ്ങളെന്താ ചോദിച്ചേ? അത് എവിടുത്തെ ഷിപ്പാന്നറിയോ? അത് ഇങ്ങനെ വരുന്ന ഷിപ്പാണ്, ഇങ്ങനെ കടലിലൂടെ പോലെ. ഓക്കെ അല്ലേ? അപ്പൊ ഒരായി പറഞ്ഞോളൂ. എന്താണ് ബ്രോ? ഹായ് ഗൈസ്. ഹായ്. എന്താ പേര്? സവാദ്. ഓക്കെ. മുഹമ്മദ്. ഓക്കെ.
ഞാൻ ചെറിയൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. ചോദിച്ചോ. ഈ കടലിലില്ലേ ഈ അടുത്തായിട്ട് മുങ്ങിപ്പോയ ഒരു കപ്പലുണ്ട്, ഒരു ഷിപ്പ്, അതിന്റെ പേരെന്താന്ന് അറിയോ? അടുത്തായിട്ടാ? അതെ, ടൈറ്റാനിക് അല്ലേ? ടൈറ്റാനിക് ഈ അടുത്താണോ? അല്ലേ? അല്ല, ടൈറ്റാനിക് അല്ല, എൽസ 3 ആ ഷിപ്പാണ്. ഓക്കെ, അപ്പൊ ഒരു വിവരവും ഇല്ലല്ലേ കടലുമായിട്ട്? സീനില്ല, നമ്മ പിന്നാക്കാം, അടുത്ത പ്രാവശ്യം അവനെ ഓടിക്കാൻ. ഒരു ചങ്ങായി ഓടുന്നുണ്ട്, ഭയങ്കര വലിയ ഫാനാ. സ്റ്റാർട്ട് ചെയ്തപ്പോ നീ കണ്ടില്ലേ? പിന്നെ 10K ആയോന്നൊരു അതെ 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 ഞാൻ കൊണ്ടുപോയില്ല. ആണ് കൊടുവള്ളി. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? പോകുന്നുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ബീച്ചൊക്കെ? ഓക്കെ, മഴ പോവാ വരിക. ഓക്കെ, എന്തെങ്കിലും ഒരു 2 വാക്ക് ഒരു പാട്ടെങ്കിലും? ഒന്നുമില്ല. ഓക്കെ, എന്നാല് കാണാം. ഓക്കെ, വീഡിയോസ് കാണലുണ്ട്? ഒന്നും കാണാനില്ല, എല്ലോ വേണ്ട ഒരു ഹായ് പറഞ്ഞോളി. ഓക്കെ, പേരെന്താ? ഓക്കെ, ഒരു ഹായ് പറഞ്ഞു. ഗൈസ്, ഒരു ഫാമിലി മൊത്തത്തിൽ നമ്മളെ വീഡിയോ കാണുന്നുണ്ട്. പേരെന്താ? പറഞ്ഞോടുക്ക് ടിവിയിൽ വരും. പറഞ്ഞോ. ഐഷ എന്ന് പറയും. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ. ഹലോ ഗൈസ്, ഫ്രീ ആണോ? ഓക്കെ, ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചു. ഓക്കെ, ഇത് പിടിച്ചോളൂ. ഈ കടലിലില്ലേ ഈ അടുത്തായിട്ട് മുങ്ങിപ്പോയ ഒരു ഷിപ്പ് ഉണ്ട്, അതിന്റെ പേരെന്താണെന്നറിയോ? ഈ അടുത്തോ? ആ അതെ, ഇത് അവിടെ കൊടുത്തോളൂ. ഓർമ്മയില്ല. നിങ്ങൾ പറയും. എനിക്ക് ആകെ കടലിൽ മുങ്ങിപ്പോയത് ടൈറ്റാനിക് മാത്രമേ അറിയുള്ളൂ. ഓ, വേറെ ഈ അടുത്തായിട്ട് ന്യൂസ് ഒന്നും തുറന്നു നോക്കിയിട്ടേ ഇല്ല. ന്യൂസ് ഒന്നും നോക്കലില്ല. ഇപ്പൊ ഈ ഒരു ലോകത്ത് നടക്കുന്ന വേറെ എന്തെങ്കിലും അറിയോ? ഈ കടലിൽ വീണ കുറച്ച് സാധനങ്ങളെങ്കിലും അറിയോ? മറ്റേ ഓഷ്യാനയുടെ സബ്മറീൻ. ഓക്കെ, ഈ കടലിൽ ഒരു വലിയൊരു പെട്ടികൾ വീണിട്ടുണ്ട്, അതെങ്ങനെ വീണെന്ന് അറിയോ? ആ അതെ അതെ അതെ. അപ്പൊ എന്നോട് ചോദിക്കരുത്, കൂടുതൽ അറിയില്ല. ഓക്കെ, എന്നാ നിങ്ങൾ പറയൂ. എനിക്ക് വേറൊന്നും പറയില്ല. വേറൊന്നും പറയാനില്ല. ഓക്കെ, ഞാൻ എന്നാ പറയട്ടെ? ഓക്കെ, ഹാപ്പി ആണോ? ഓക്കെ, എന്താന്ന് വെച്ചാല് എൽസ 3 എന്ന് പറഞ്ഞ ഒരു ഷിപ്പാണ് കടലിൽ മുങ്ങിപ്പോയത്. പിന്നെ കടലിൽ വീണുപോയ സാധനങ്ങൾ ഭയങ്കര ഒരു കണ്ടെയ്നറിൽ ഭയങ്കര എന്തൊക്കെയോ ഒരു സീനായിട്ടുള്ള സാധനങ്ങൾ വീണിട്ടുണ്ട്, അതാണ് അങ്ങനെ ചോദിച്ചത്. ഓക്കെ, അപ്പോൾ ഹാപ്പി. ഒരു ആയി പറഞ്ഞോളൂ. ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ഐസ്ക്രീം? ഏതൊക്കെ മോഡലാണ്? ചക്കുണ്ട്, മാങ്ങണ്ട്, ഇളനീരുണ്ട്, ബട്ടർസ്കോച്ച് ഉണ്ട്, ബ്ലൂബെറി ഉണ്ട്, പിസ്ത ഉണ്ട്, വെനില ഉണ്ട്, ടെൻഡർ കോക്കനട്ട് ഉണ്ട്, കുൽഫി ഉണ്ട്, റെഡ് വെൽവെറ്റ് ഉണ്ട്, സ്പാനിഷ് ലൈറ്റ് ഉണ്ട്, അത്തിപ്പയുണ്ട്, എല്ലാ ഫ്ലേവറും ഉണ്ട്. ഓക്കെ, കടലിന്റെ മാറ്റങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും? കടല് ഫുള്ള് കേറുന്നുണ്ട്, എന്താ അറിയില്ല. കേറുന്നുണ്ട്. എത്ര പേരെ ഇപ്പൊ കേറി എത്തി? പകുതിയോളം എത്തി. അപ്പോ ഈ കടലിങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വണ്ടി കച്ചവടം പോകും, നമ്മളെ കച്ചവടം പോവും. ഭയങ്കര കഷ്ടത്തിലാവും. ഇപ്പൊ എങ്ങനെയാണ്? കുറച്ച് ഡള്ളാണ്. അങ്ങനെ ആൾക്കാരൊക്കെ വരുന്നുണ്ടോ? ആൾക്കാർ കുറച്ച് വരുന്നുള്ളൂ, ആയതുകൊണ്ട് കുറവാണ്. ഓക്കെ, എന്നാ വിജയിക്കട്ടെ. ഹായ് പറഞ്ഞോ. ഹായ് ഗൈസ്. ഹായ്. മായ വേദനയോട് പെട്ടെന്ന് ആൻസർ പറയണം. ഓക്കെ, ഈ കടലിൽ ഈ അടുത്തായിട്ട് മുങ്ങിപ്പോയ ഒരു ഷിപ്പ് ഉണ്ട്, അതിന്റെ പേരെന്താന്ന് അറിയോ? ഉണ്ണിമാങ്ങ. എന്താണ് അറിയില്ല. ആൻസർ പറയാന്ന് വെച്ചാല് ഒരു വമ്പൻ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ പോവാന്നാല്. അപ്പൊ ആൻസർ ആണ് ആ ഷിപ്പിന്റെ പേരാ ചോദിച്ചത്. ഗൂഗിളിൽ നോക്കാൻ പറ്റില്ല. ഇത് പിടിക്ക്, ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, ഇവിടെ ഗൂഗിളിലൊക്കെ നോക്കിയിട്ടാണ് ആൻസർ പറയുന്നത്. അപ്പൊ നിർത്താൻ വേണ്ടി പോവാ. പറഞ്ഞില്ലല്ലോ. ഓക്കെ, നോക്കിയില്ല. ഓക്കെ, അപ്പൊ ഒന്ന് പേരെന്തായിരുന്നു? ഓക്കെ, എന്നാല് അതിന്റെ ആൻസർ എന്താ അറിയോ? MESC എൽസ 3 ആ ഷിപ്പാണ് കടലിൽ മുങ്ങിപ്പോയെ. ഓക്കെ, എന്നാ ഞാൻ പോവാട്ടോ. എന്നാല് വേറെ ഒന്നും പറയാനില്ലല്ലോ. ചോക്ലേറ്റ്. നിങ്ങളുടെ ഐസ്ക്രീം എങ്ങനെ ടേസ്റ്റ് ഉണ്ടോ? എങ്ങനെയുണ്ട്? ഓക്കെ, എന്നാ കഴിച്ചോ. ഓക്കെ, എന്നാല് ബൈ. ഒരു ആയി പറഞ്ഞോ. ഓക്കെ, ബൈ. കണ്ടുകണോ? ആരും ഇല്ലല്ലേ?
ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്ന. കടലിൽ മുങ്ങിപ്പോയ കപ്പലിൻ്റെ പേരെന്താ? മുങ്ങിക്കപ്പൽ. റോങ് ആൻസറാ. കറക്റ്റ് പേര് MESC അതന്നെ 3 അതന്നെ. ഓക്കെ അല്ലേ? ഓക്കെ. ഇത് എങ്ങനെ ഗ്ലാസ് പുതിയതാ. പുതിയതാ? എവിടുന്ന വാങ്ങിയ? ഇതാ അവിടെ നിന്ന് കുറച്ചപ്പുറത്തുനിന്ന് ആണ്. ഒരു മറ്റേ ഒരു റാംബോ ബോയ്സിന്റെ ഒരു കട്ടുണ്ട് അല്ലേ? എല്ലാരും സിഗ്മാവയാണ് ആണ്. സിഗ്മ ബോയ്. സിഗ്മ ബോയാ? സിഗ്മ ബോയ് ആണ്. ഫാന. ഓ റീല വേണ്ടി. എങ്ങനെ വേണ്ടി താങ്കൾക്ക് എങ്ങനെ ഉദ്ദേശിക്കുന്നത്? ഓക്കെ. വൈറലാവണം. വയറിലാക്കിയ കുഴപ്പമില്ല നമുക്ക്. ആണ്. വൈറൽ എങ്ങനെയെങ്കിലും ആവണം. എങ്ങനെ ആയിക്കോട്ടെ ഇങ്ങോട്ട് വരും. കമോൺ. അപ്പോളേ എന്തൊക്കെയാണ് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞോ? എൻ്റെ വിഷമങ്ങൾ പറയുമ്പോൾ ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്നുള്ള ആൾക്കാർ പറഞ്ഞുതരും. ഇപ്പോൾ കടലിൽ പോകാൻ കാണില്ല. കടലായതുകൊണ്ട് കടലിൽ പോകാൻ കാണില്ല. മത്സ്യത്തൊഴിലാളിയാണ്. ആ, നിങ്ങൾ മത്സ്യത്തൊഴിലാളി? ഏതൊക്കെ മീനെ പിടിക്കും? എല്ലാ മീനും പിടിക്കും. ആണ്. ഇപ്പോൾ എത്രയൊക്കെ മീനിനെ പിടിച്ചാണ്? ഇപ്പോൾ പോകാൻ കാണില്ല. ഇപ്പോൾ കടലല്ലേ? അല്ല, ഇതിൻ്റെ മുന്നേ പിടിച്ച മീനിൻ്റെ പേരൊന്ന് പറയോ? മീനിൻ്റെ പേരൊന്നും അറിയില്ല. മീനിൻ്റെ പേരറിയണ്ട, മീൻ ഇങ്ങനെ പിടിക്കും. ഓക്കെ. അപ്പോൾ സിഗ്മ ബോയ് ആവാൻ കാരണം എന്താ? അതൊന്നും ഇപ്പം എനിക്ക് പറയാൻ അറിയില്ല. ഞാൻ അങ്ങനെ ആയിപ്പോയി. ഓക്കെ, പ്രശ്നമില്ല. ഓരോരുത്തരും ഓരോരോ സിറ്റുവേഷൻ ആണല്ലോ. അപ്പം ഗ്ലാസ് ഒന്ന് പൊന്തിക്കോ? ഇല്ല, ഗ്ലാസ് പൊന്തിക്കല്ല. കണ്ണ് കാണാൻ പറ്റുമോ? ഇത് ഹെൽമെറ്റ് ഇട്ടേ? അത് മഴയുണ്ട്. കോട്ടില്ല? ഓക്കെ അല്ലേ? ഓക്കെ. എന്നാ ഞാൻ പോട്ടെ. ഒരായി പറഞ്ഞു. ഒരു പാട്ട് പാടിക്കോ? പാട്ടോടാ അറിയില്ല. എന്താ അറിയാ? പാട്ടോടാ അറിയില്ല. സിഗ്മ ആ ഒരു പാട്ട് പാടും. പാട്ടോടാ അറിയില്ല. അല്ല, ഞാൻ പാടിത്തരാം. സിഗ്മ ബോയ് ജക്കറക്ക സിഗ്മ ബോയ് ആ പാട്ടൊന്ന് പാടും. പാടാൻ അറിയില്ല. ഞാൻ അഭിനയത്തിന് പാട്ട് പാടില്ല. അല്ല, ഞാൻ പാടിയ 4 വരി മതി. ഓക്കെ, ഞാൻ പോട്ടെ. ഒരായി പറഞ്ഞു. ഓക്കെ. ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഓക്കെ.